ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇനി അതില്ല എന്ന് പറഞ്ഞാൽ ചിലര് പറയും പ്രസംഗിപ്പിച്ചില്ല എന്ന്. അത് സമയത്തിന്റെ കുറവുമൂല എന്ന് പറഞ്ഞാൽ അത് വേറെ വാർത്തയാവും. ഞാൻ നോക്കിയപ്പോ CPM പ്രൊഫൈലിലൊക്കെ വലിയ ആഘോഷമാണ്. കുറ്റ്യാടിയിൽ വലിയ എന്തോ സംഭവം നടന്നു. കുറ്റ്യാടിയിൽ വലിയൊരു സംഭവം നടക്കും. അത് ഇപ്പോഴല്ല, അത് മെയ് മാസം വോട്ടുണ്ടുമ്പോ നിങ്ങൾ കാണും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വകാര്യം പറയാം, വേറെ ആരോടും പറയണ്ട. ഇതിപ്പോ ഏതാണ്ട് നമ്മുടെ പര്യടനമൊക്കെ പോലെ തന്നെയായി. 4:30 മണി മുതൽ എത്തി കാത്തിരുന്നതാണ്. 8:30 മണിയായി. വഴിയിലുടനീളം ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വഴിയിലുടനീളം സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല, ജനത നെഞ്ചേറ്റിയ ജാഥയാണ്. ഞാൻ ആലോചിച്ച് കുറ്റ്യാടി പരിപാടിയുടെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് തള്ളിമറിക്കാൻ മാത്രം CPM-മാർക്ക് ഇപ്പൊ എന്താ പറ്റിയത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവരുടെ ജാഥയുടെ ഫോട്ടോ വീഡിയോ ഇട്ട് നോക്കുമ്പോ അതിൽ ജാഥാ നായകൻ പ്രസംഗിക്കുമ്പോ ആളുകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒഴിഞ്ഞ കസേരകളാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പുതുയുഗ യാത്രക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കേരളത്തിന് പുതുയുഗം സാധ്യമാണ്. അത് സാധ്യമാക്കുമ്പോ ഈ ജനതയും തീരുമാനിക്കുന്നു. അതിന് കൈവന്ദിക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു UDF-ന്റെ MLA ഉണ്ടാകുമെന്ന് ഈ ജനത പ്രഖ്യാപിക്കുക.